ഒരു രാജ്യം ഭയപ്പെടുന്നത് ആരെയാണ്? അതിർത്തിയിലെ ശത്രുക്കളെയോ അതോ കയ്യിൽ ആയുധങ്ങൾ ഉള്ളവരെയോ? അല്ല, ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിജ്ഞാനത്തെയാണ്, ചോദ്യം ചോദിക്കുന്ന ബുദ്ധിയെയാണ്, സത്യം വിളിച്ചു പറയുന്ന നാവുകളെയാണ്. ഇന്ന് ഭാരതം അത്തരമൊരു ഭയത്തിൻ്റെ നിഴലിലാണ്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകൾ ആദരവോടെ നോക്കിക്കാണുന്ന ഇന്ത്യയുടെ യശസ് ആഗോളതലത്തിൽ ഉയർത്തിയ ഒരു മനുഷ്യൻ. ദാരിദ്ര്യത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും ലോകത്തിന് ക്ലാസ് എടുത്ത ആ വന്ധ്യവയോധികൻ ഇപ്പോൾ ഒരു കുറ്റവാളിയെപ്പോലെ വേട്ടയാടപ്പെടുകയാണ്. ആരാണ് അദ്ദേഹത്തിന് പിന്നിലെ വേട്ടപ്പട്ടികളെ വിട്ടിരിക്കുന്നത്? ഏത് അദൃശ്യശക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് നേരെ വാളെടുക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതെ, നാം സംസാരിക്കുന്നത് ഡോക്ടർ അമർത്യ സെന്നിനെ കുറിച്ച് മാത്രം. ഭാരതരത്നം നൽകി രാജ്യം ആദരിച്ച ഒരു മഹാപ്രതിഭയ്ക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ പ്രയാസം തോന്നാം, പക്ഷേ അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ യാഥാർത്ഥ്യം. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് പോലെ പെരുമാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. BJPയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സംസാരിച്ചു എന്നതാണ് അമർത്യ സെൻ ചെയ്ത ഏക കുറ്റം. വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങൾ കൊണ്ട് നാടിനെ വിഭജിക്കുന്ന BJP നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന അതേ കമ്മീഷനാണ് രാജ്യത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഒരു പണ്ഡിതനെ വിരട്ടാൻ നോക്കുന്നത്. ഈ നോട്ടീസ് അമർത്യ സെന്നിനുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന ഓരോ പൗരനും BJP നൽകുന്ന മുന്നറിയിപ്പാണ്. മിണ്ടിയാൽ നിങ്ങളെയും ഞങ്ങൾ വേട്ടയാടുമെന്ന മുന്നറിയിപ്പ്. ഇവിടെയാണ് ഭരണകൂട ഭീകരതയുടെ വികൃതമുഖം നാം തിരിച്ചറിയുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാർ തങ്ങളുടെ കീഴിലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ജനാധിപത്യത്തിന്റെ ശബ്ദം അടിച്ചമർത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇന്ന് മണ്ണടിഞ്ഞിരിക്കുന്നു. പണ്ട് ബ്രിട്ടീഷുകാർ പോലും അറിവിനെ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നില്ല. BJPയുടെ ഈ ഇരട്ടത്താപ്പിനെതിരെ നട്ടെല്ല് വളക്കാതെ നിൽക്കാൻ ഇന്ന് കോൺഗ്രസ് മാത്രമേയുള്ളൂ. അധികാരം ഉപയോഗിച്ച് വായടപ്പിക്കാൻ നോക്കുന്നവർക്ക് മുൻപിൽ പതറാതെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും പോരാട്ടം ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാനാണ്. കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന ഇന്ത്യയിൽ അറിവിനെ ആദരിക്കപ്പെടും, വിമർശനങ്ങൾ ഉൾക്കൊള്ളപ്പെടും. ഈ നോട്ടീസ് അയച്ച കമ്മീഷനോടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണകൂടത്തോടും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതൊന്നേയുള്ളൂ: വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ എപ്പോഴാണ് നിങ്ങളുടെ നോട്ടീസ് ഉയരുക? ഭരണഘടനയെയും ജനാധിപത്യത്തെയും BJPയിൽ നിന്ന് മോചിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമർത്യ സെന്നിനെ പോലെയുള്ളവരെ അപമാനിക്കുന്നത് ഇന്ത്യയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഇപ്പോൾ കമ്മീഷൻ പറയുന്നത് അക്ഷരത്തെറ്റ് മൂലം സംഭവിച്ചതാണ്, അതുകൊണ്ട് അമർത്യ സെൻ ഹാജരാകേണ്ടതില്ല എന്നുമൊക്കെയാണ്. പണി കിട്ടി എന്ന് മനസ്സിലായപ്പോൾ ഉള്ള ഒരു പിൻവാങ്ങൽ.